അവൻ്റെ പുതിയ കാറ് കണ്ടോ, വീട് കണ്ടോ, അവൻ്റെ ജീവിതം എത്ര മനോഹരം. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും നിരന്തരം മറ്റുള്ളവരുടെ വീഡിയോകൾ കാണുമ്പോൾ ദുഃഖവും വേദനയും പ്രയാസവും നിങ്ങൾക്ക് വരാറുണ്ടോ? എന്നാൽ അത് നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തിനെ മാത്രമല്ല, നിങ്ങളുടെ നന്മയെ കൂടി അത് ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അസൂയ എന്ന് പറയുന്നത് നന്മകളെ തിന്നുകളയും, തീ വിറകിനെ തിന്നുന്നത് പോലെ തിന്നുകളയുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും ഈ അസൂയ കാരണമായി അതെല്ലാം നശിച്ചു പോകുന്നത്. വിശദമായി പറയാം. എന്താണ് അസൂയ? ഹസദ് എന്ന അറബിയിൽ പറയുന്നു. മറ്റുള്ളവനുള്ള ഒരു നന്മയെ നീങ്ങിപ്പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. ഒരുത്തൻ വലിയൊരു കാറ് വാങ്ങി, അല്ലെങ്കിൽ ബൈക്ക് വാങ്ങി, അല്ലെങ്കിൽ ഒരു വലിയ വിലപിടിപ്പുള്ള ഐഫോൺ വാങ്ങി. അത് അവനിൽ നിന്നും നീങ്ങിപ്പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എത്ര വലിയൊരു തെറ്റാണതല്ലേ? അത് ശരിക്കും അള്ളാഹുവിൻ്റെ വിധിയെ നമ്മൾ ധിക്കരിക്കുകയാണ്. അള്ളാഹുവാണ് എല്ലാവർക്കും നന്മയും തിന്മയും നൽകുന്നത്. അപ്പോൾ അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹം നൽകുമ്പോൾ അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എത്ര വലിയ തെറ്റാണ്. ആദ്യത്തെ കൊലപാതകം നടന്നത് എന്തിനു വേണ്ടിയാണ്? കാബീൽ ഹാബീലിനെ കൊന്നു. അതിൻ്റെ പിന്നിൽ അസൂയായിരുന്നില്ലേ? സ്ത്രീയെ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുർബാനി നൽകിയപ്പോൾ ഹാബീലിൻ്റെ കുർബാനി അള്ളാഹു സ്വീകരിച്ചു. പക്ഷേ ആ സമയത്ത് കാബീൽ എന്താണ് ചെയ്തത്? സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, അസൂയ എന്നത് ഒരു മനുഷ്യനെ കൊല്ലാൻ മാത്രമുള്ള വലിയൊരു പാതകമാണ്. അപ്പോൾ നമ്മുടെ നന്മകളെ എന്തായാലും അത് കൊന്നുകളയും. ഒരു അസൂയ നീങ്ങാൻ, നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ 3 ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത് മാഷാ അല്ലാ എന്ന് പറയുകയാണ്. ആരുടെ നന്മ കാണുമ്പോഴും, വിജയം കാണുമ്പോഴും, അനുഗ്രഹം കാണുമ്പോഴും മാഷാ അല്ലാ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും നമുക്ക് പ്രതിഫലം നൽകുകയും അള്ളാഹു നമ്മോടൊരു അടുപ്പം ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക എന്നതാണ്. ഒരാൾ നല്ലൊരു വീടെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ഏതെങ്കിലും സംരംഭം വിജയിക്കുമ്പോൾ അവന് ഇനിയും അതിൽ ഉയർച്ച വരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മറ്റൊരു സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ എത്രമാത്രം വലിയൊരു കാര്യമാണ്. മൂന്നാമത്തെ ടിപ്പ് നമ്മൾ ചെയ്യേണ്ടത്, അള്ളാഹുവിൻ്റെ ഖജനാവ് വലുതാണ്. അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നൽകാനും അള്ളാഹു അത്രയും വലിയ വിശാലതയാണ് എന്നൊരു വിശാലതയിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ആ ഒരു അനുഗ്രഹത്തിലേക്ക്, ഖുർആൻ ആയത്തുകളിലേക്ക്, ഹദീസുകളിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും അസൂയയില്ലാത്ത ഒരു മനസ്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. കൂട്ടുകാരെ നോക്കൂ, ഇത്തരത്തിലുള്ളൊരു മനസ്സ് നമുക്ക് ലഭിക്കുമ്പോൾ എത്ര ഒരു അനുഗ്രഹമാണ്. ഇനി നിങ്ങൾ ഇൻസ്റ്റയോ സ്റ്റാറ്റസുകളോ മറ്റനുഗ്രഹങ്ങളോ മറ്റുള്ളവരുടെ വിജയങ്ങളോ കാണുമ്പോൾ ദുഃഖിക്കുന്നതിന് പകരം മാഷാ അല്ലാ, അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.